നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 4ാമത്തെ ടെസ്റ്റ് മത്സരം നാളെ മെൽബണിൽ ആരംഭിക്കുകയാണ്. അപ്പം ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചില സൂചനകൾ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നിട്ടുണ്ട്. ഇപ്പം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് സഹിൽ മൽഹോത്ര ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് രോഹിത് ശർമ്മ ഈസ് ലൈറ്റഡ് ടു ഓപ്പൺ ഫോർ ഇന്ത്യ അഗെയിൻസ്റ്റ് ഓസ്ട്രേലിയ ഇൻ ദി ബോക്സിംഗ് ടെസ്റ്റ്. അപ്പം നാളെ ആരംഭിക്കുന്ന ബോക്സിംഗ് ടെസ്റ്റിൽ രോഹിത് ശർമ്മ ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെ നെറ്റ്സിൽ നിന്നൊക്കെ ലഭിച്ചിരുന്ന വിവരപ്രകാരം അദ്ദേഹം ന്യൂ ബോളല്ല ഫേസ് ചെയ്തിരുന്നത് എന്നൊക്കെയായിരുന്നെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളിൽ മാറ്റമുണ്ടാകുന്നു. അദ്ദേഹം ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ രാഹുൽ വിൽ ഡ്രോപ്പ് ടു ദി നമ്പർ 3 ഇൻ ബാറ്റിംഗ് ഓർഡർ എന്നുകൂടി സഹിൽ മൽഹോത്ര പറയുന്നുണ്ട്. അപ്പോൾ ടീം കോമ്പിനേഷൻ എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്കധികം വൈകാതെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കൂടാതെ അഡീഷണലി മാനേജ്മെൻറ്റ് ഒരു കാര്യം കൂടി കൺസിഡർ ചെയ്യുന്നു. 2 സ്പിന്നേഴ്സിനെ ഒരുമിച്ച് കളിപ്പിക്കുക. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ 2 സ്പിന്നേഴ്സിന് എന്ന് പറയുമ്പോൾ വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും. ഓൾറെഡി രവീന്ദ്ര ജഡേജ കഴിഞ്ഞ കളി കളിച്ചിരുന്നു. വാഷിങ്ടൺ സുന്ദറെ കൂടി കൊണ്ടുവരുന്നു. അങ്ങനെ വരുമ്പോൾ പുറത്തിരിക്കുക നിതീഷ് കുമാർ റെഡ്ഡി ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളിലേക്കാണ് പോകുന്നത് എന്നർത്ഥം. രോഹിത്തിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം 2024 അത്ര മികച്ച പെർഫോമൻസ് അല്ല അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നടത്തിയിട്ടുള്ളത്. 13 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 26.39 ആവറേജിൽ അദ്ദേഹം ആകെ അടിച്ചത് 607 റൺസാണെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രകടനം കുറച്ചുകൂടി അവസാനത്തെ 13 ഇന്നിങ്സുകൾ മാത്രം നോക്കിയാൽ 152 റൺസാണ് വെറും ആവറേജ് ബിലോ 12 അദ്ദേഹം അടിച്ചിട്ടുള്ളത്. സോ വളരെ ഫോം ഔട്ടായിട്ട് നിൽക്കുന്ന രോഹിത്താണ്. അദ്ദേഹത്തിന് തിരികെ വന്നേ പറ്റൂ. മികവിലേക്ക് അദ്ദേഹത്തിന് വരാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ പെർത്തിൽ ഓപ്പൺ ചെയ്ത രാഹുൽ 26 റൺസും 77 റൺസുമാണ് 2 ഇന്നിങ്സുകളിലായിട്ട് എടുത്തത്. അത് അദ്ദേഹത്തെ പിന്നെ രോഹിത് മടങ്ങി വന്നിട്ടും ഓപ്പണർ പൊസിഷനിൽ നിലനിർത്താനുള്ള ഒരു കാരണമായി. അദ്ദേഹത്തിൻ്റെ മറ്റ് 4 ഇന്നിങ്സുകളിൽ വന്നത് 37, 7, 84, 4 നോട്ട് ഔട്ട് ഈ രൂപത്തിലാണ് വന്നത്. സോ ഇന്ത്യയുടെ ഈ ടൂറിലെ ലീഡിംഗ് റൺ സ്കോററാണ് രാഹുൽ എന്ന കാര്യം കൂടി അറിയുക. അപ്പം അദ്ദേഹത്തെ മാറ്റി ഓപ്പണറായിട്ട് വീണ്ടും രോഹിത് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ സഹിൽ മൽഹോത്ര ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് 2 സ്പിന്നർമാരെ വെച്ച് കളിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ MCGയിലെ പിച്ച് പ്ലൻറ്റി ഓഫ് എയർ ആൻഡ് ടിയറിന് വിധേയമാകാൻ സാധ്യതയുണ്ട്. കാരണം വളരെ ചൂടേറിയ ഒരു അവസ്ഥ, ബേക്കിംഗ് സണ്ണിൻ്റെ അണ്ടറിൽ സർഫേസിന് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും പിച്ച് സ്ലോ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ സ്പിന്നേഴ്സ് ഈ ഇക്വേഷനിലേക്ക് കടന്നു വരും. ഇപ്പം നോക്കുക, പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും അത്തരത്തിലുള്ളൊരു സൂചന രോഹിത് നൽകിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് 11 പോസിബിളായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് 11 ഈ കണ്ടീഷൻ അനുസരിച്ച് ഇറക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. വി വിൽ ഡു ദാറ്റ് വെദർ ഇറ്റ് ഈസ് പ്ലേയിങ് ആൻ എക്സ്ട്രാ സ്പിന്നർ ഓർ നോട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വേണ്ടി വന്ന സ്പിന്നർ എക്സ്ട്രാ സ്പിന്നർ കളിപ്പിക്കും, അല്ലെങ്കിൽ അല്ല. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ച് ടീമിനെ തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഓപ്പണിംഗ് ഡേയിലെ ഒരു ഹീറ്റ് പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നത്, വെതർ ഫോർകാസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിന് കാര്യങ്ങൾ അനുകൂലമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കളി പുരോഗമിക്കും തോറും. അതേസമയം MCGയുടെ ക്യൂറേറ്റർ പറയുന്നത് സീമേഴ്സിന് അസിസ്റ്റൻസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. പക്ഷേ ഈ ഒരു വെതർ കണ്ടീഷനിൽ സ്പിന്നേഴ്സിന് അസിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സ്പിന്നർമാരെ വെച്ച് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചന. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.